ഹലോ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. സിനിമയുടെ പേരിനെ ചൊല്ലി ഭയങ്കര വിവാദമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് സുരേഷ് ഗോപി എല്ലാവരും അറിഞ്ഞു തന്നെയല്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് പേരിട്ടത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ പേര് എനിക്കൊരു മിസ്മാച്ച് ആയിട്ടും തോന്നി. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്റ്റേറ്റുമായിട്ടല്ലല്ലോ ജാനകിയുടെ നിയമയുദ്ധം എന്നും എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഉണ്ടാക്കിയെടുത്തതുപോലെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. സിനിമ തുടക്കത്തിലൊക്കെ നല്ല രസമായിട്ട് തന്നെ പോയി. സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ അദ്ദേഹം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൽ അനാവശ്യമായിട്ട് പിന്നെയുള്ള എന്താ പറയുക, ഈ പുള്ളിയുടെ ഭരചന്ദ്രൻ IPS പോലെയുള്ള ഡയലോഗുകളൊക്കെ കുത്തിത്തിരികെ കയറ്റിയതുപോലെയും പൊളിറ്റിക്സൊക്കെ കുത്തിത്തിരികെ കയറ്റിയതുപോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഇത് ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇത് ശരിക്കും നല്ല രീതിയിൽ അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട്. പക്ഷേ അതിലിടക്കിടക്ക് പൊളിറ്റിക്സും ആവശ്യമില്ലാതെ അതിൽ കുത്തിക്കയറ്റിയതുപോലെയാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. സുരേഷ് ഗോപി അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി തന്നെ പുള്ളി നല്ല ഇതോടുകൂടി തന്നെ പുള്ളി ആ ക്യാരക്ടർ ആ ഒരു വക്കീൽ വേഷം ചെയ്തു വരണമായിരുന്നു. പക്ഷേ അതിനിടയിൽ ആ ഒരു പിന്നെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രസംഗത്തിലൊക്കെ പുള്ളിയുടെ പഴയ സിനിമകളിലുള്ള ആ തീപ്പൊരി ഡയലോഗുകളൊക്കെ വന്നപ്പോൾ എന്തോ ഒരു കല്ല് കടിക്കുന്ന പോലെയാണ് തോന്നി. അല്ലെങ്കിൽ അത് ആ ഒരു വക്കീലായിട്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ ക്യാരക്ടർ കുറേ കൂടെ നല്ല കൺവിൻസിങ് ആയിട്ട് മുന്നോട്ട് പോയെന്ന് തോന്നി. എന്തായാലും പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ സിനിമ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. നല്ല ഒരു ഇൻവെസ്റ്റിഗേഷനും നല്ല ആ ഒരു കോർട്ട് റൂമും ആ കോർട്ട് റൂം എന്താ പറയുക, ആ കോർട്ട് റൂമൊക്കെ അത് വളരെ രസമായിട്ട് തന്നെ സുരേഷ് ഗോപി ആയാലും പിന്നെ ലാസ്റ്റ് എന്താ പറയുക സെക്കൻഡ് ഹാഫിൽ ശ്രുതി രാമേന്ദ്രൻ വരുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെ ശ്രുതി വളരെ രസമായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ആയാലും അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോയി. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ മുന്നോട്ട് പോയ സിനിമ പിന്നെ അതിനിടയിൽ പെട്ടെന്ന് പൊളിറ്റിക്സ് എവിടെ കയറി വന്ന് സ്റ്റേറ്റ് എവിടെ കയറി വന്നെന്നൊക്കെ തോന്നി. പിന്നെ ഇത് അന്വേഷിച്ച് ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ചെയ്ത രീതിയും എന്തോ കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ ആയി. ആ ഒരു IT പ്രൊഫഷണലും അതിൻ്റെ ഇടയിൽ കയറി വന്നപ്പോഴൊക്കെ. എന്തായാലും ആ ഒരു വില്ലൻ അത് അയാൾ ഭയങ്കര കിടിലൻ തന്നെയാണ്. അയാളോട് നമുക്ക് ശരിക്കും ആ ഒരു ക്യാരക്ടറിനോടുള്ള ആ വെറുപ്പും ആ ഇതൊക്കെ തോന്നും. അയാളൊരു കിടിലൻ ഒരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ചും ആ ഒരു എന്താ പറയുക ഒരു ആഘോഷത്തിൻ്റെ സമയത്തുള്ളൊക്കെ പുള്ളിയായിട്ടുള്ള ആ ഫൈറ്റൊക്കെ ആ സീനുകളൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ അനുപമ പരമേശ്വരൻ ആ ക്യാരക്ടറിനെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു എന്താ പറയുക പ്രസക്തി തീർന്നത് പോലെയായി. പുള്ളി ആ ഒരു ഫസ്റ്റ് കേസ് വാദിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയ്ക്ക് ഒരു ട്വിസ്റ്റ് വന്നപ്പോൾ പിന്നെ സുരേഷ് ഗോപിക്ക് സിനിമയിൽ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വലിയ പ്രസക്തി ഇല്ലാത്തതുപോലെ തോന്നി. പിന്നെ അപ്പോൾ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാണോ ഈ രാഷ്ട്രീയമൊക്കെ അതിനിടയിൽ കയറി വന്നതെന്ന് തോന്നി. പിന്നെ ശരിക്കും പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന മൂലം അവസാനം വരെ ഈ ഇതിൽ അനുപമ ആ ഒരേ ലെവലിൽ തന്നെ ആ ക്യാരക്ടറിനെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസ്കർ അലിയുടെ ക്യാരക്ടർ എനിക്ക് എന്തോ അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല. എന്താ പറയുക പെർഫോമൻസും എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. മാധവ് സുരേഷിന് ഒരുപാട് ട്രോളുകൾ പുള്ളിക്ക് കിട്ടുന്നുണ്ടല്ലോ. എനിക്കത് പിന്നെ തുടക്ക സമയമല്ലേ, ഇപ്പോൾ തുടക്കത്തിൽ ഇതുപോലെ എന്താ പറയുക അപക്വമായ അല്ലെങ്കിൽ എന്താ പറയുക പരിചയമില്ലാത്ത ആ ഒരു രീതികളൊക്കെ നമ്മൾ കുറേയൊക്കെ സിനിമാ നടന്മാർക്കൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഒരു നെപ്പോ കിഡാണെങ്കിലും പുള്ളി കഴിവുണ്ടെങ്കിൽ എന്തായാലും കയറി വരുവുള്ള പുള്ളി. പിന്നെ ഇതൊരു പോലീസ് ഓഫീസറായിട്ട് ബൈജു സന്തോഷുണ്ട്. പുള്ളി രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സും എല്ലാം പുള്ളിക്ക് നല്ല ആ ഒരു പോലീസ് വേഷമൊക്കെ നല്ല സ്യൂട്ടായിട്ട് തോന്നി. പിന്നെ ദിവ്യ പിള്ള മാധവ് സുരേഷിൻ്റെ സിസ്റ്ററായിട്ടുണ്ട്. പൊതുവേ എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് JSK അനുഭവപ്പെട്ടത്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.